ഭൂനികുതി വർധനയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സർക്കാർ കർഷകരെ മാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഭൂനികുതി വർധനയെന്ന് പാംപ്ലാനി തുറന്നടിച്ചു. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണ്. കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത നേതൃസംഗമത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം. കർഷകന്റെ കൃഷിഭൂമിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആദായമാർഗമായി മന്ത്രി കരുതുന്നുവെങ്കിൽ നിങ്ങൾ കർഷകനെ മാനിക്കുന്നില്ല എന്നാണ് അർത്ഥം. കർഷകന്റെ മഹത്വവും അറിയുന്നില്ല. സർക്കാർ നിലപാട് കർഷക വിരുദ്ധമാണെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശനമുന്നയിച്ചു. ഉദ്യോഗസ്ഥരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കർഷകരുടെ കഴുത്തിന് പിടിച്ചു ഞെക്കാൻ ശ്രമിക്കുന്ന ഈ നിലപാട് കർഷക വിരുദ്ധമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇവിടുത്തെ കർഷകൻ ചോര നീരാക്കി പറമ്പിൽ പണിയെടുത്താണ് ഇന്നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അടക്കം തീറ്റിപ്പോറ്റുന്നത്. സാങ്കേതിക വിദ്യ എത്രമേൽ വളർന്നുകൊള്ളട്ടെ, കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും ഒരു IT വിദഗ്ധനും ഉച്ചയൂണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. മറിച്ച് അവന് ഭക്ഷണം കിട്ടണമെങ്കിലും ഈ പാവപ്പെട്ട കർഷകന്റെ ചോരയും നീരും നിലത്ത് വീണ് വിത്തിന് പോഷണമേകേണ്ടതുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വസ്തുത നമ്മുടെ കേരള സർക്കാർ മറന്നുപോകുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ്. സർക്കാർ നിലപാടിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കത്തോലിക്ക സഭ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി മുന്നറിയിപ്പ് നൽകി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി 50% കുത്തനെ കൂട്ടുകയായിരുന്നു. ഇതിനെതിരെയായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ രൂക്ഷ വിമർശനം. ജനം, കണ്ണൂർ.